കൊലവെട്ടി വരാനല്ല പെരുന്നാളൊക്കെ ആയിട്ട്. ഇത് ജോസേട്ടൻ്റെ 2 ജോസുമാരുണ്ടാവും. വാഴക്കൃഷിയിൽ ദൈവം സഹായിച്ച് ഉന്നത വിജയം കൈവരിക്കുന്നവരാണ് ജോസ്. 2 ജോസ്. ഇവരെ തോട്ടമൊക്കെ നമുക്ക് കാണാം. ഇത് പൊതുവെ ഒരു കാർഷിക ഒരു ഇതാണ്. കാർഷികം മാത്രമായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വാഴക്കൃഷിയാണ്. ഇതൊക്കെ വാഴക്കൃഷിയാണ്, ജോസേൻ്റെ വാഴക്കൃഷികളാണ്. 2 ജോസുമാർ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ്. കാടുകുറ്റി കൃഷിഭവൻ്റെ കീഴിലുള്ളതാണ്. നേന്ത്രവാഴയാണ് നോക്കിയത്. ഇത് നമ്മളെ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാൻ കാരണം നമ്മൾ കുറച്ച് പോസ്റ്റ് ചെയ്തതൊക്കെ മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഇട്ടപ്പോൾ അവർക്കൊരു മടി. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയതാണ്. എല്ലാവരും സഹകരിക്കുക. വാഴയാണ്. ജോസേട്ടാ, ഇന്ന് മറ്റേ ഇതുണ്ടാ, ലേലം ഉണ്ടോന്ന്? ഇന്ന് ചന്തയുണ്ടല്ലേ? ഇവിടെ ഒരു ചന്ത മിതമായ വിലയ്ക്ക് നമ്മൾ മിതമായിട്ടല്ല, നമ്മൾ നല്ല വില കിട്ടും. ശരിയെന്നാ, ഓക്കെ. അതായത് സൊസൈറ്റിയാണ്. അതായത് ഈ സൊസൈറ്റി എല്ലാ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ലേലം വിളിക്കുമ്പോൾ ചെറിയൊരു തുക സൊസൈറ്റിക്ക് കിട്ടുകയും ചെയ്യും. പിറ്റേ അടുത്ത ലേലത്തിന് നമുക്ക് ഇത് കിട്ടും, നമുക്ക് പൈസ കിട്ടും. പൈസയ്ക്ക് ഒരു കുറവും വരില്ല, പൈസ കിട്ടും. അപ്പോൾ സംഘത്തിന് കുറച്ച് പൈസയും കിട്ടും. ലേലത്തുകയിൽ നിന്ന് ലേശം കുറച്ച് കാശ് പിടിക്കും. ഇത് റോബസ്റ്റാണ്. ഇത് തൊട്ടടുത്തൊരു കൃഷി ഇടമാണ്. വിളകളൊക്കെ ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കേ.